മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മംഗളൂരു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കേരളത്തിൽ സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വോട്ടെണ്ണലിന് മുൻപായി സ്വകാര്യ വിമാനത്തിൽ നടത്തിയ മംഗളൂരു സന്ദർശനം എന്തിനായിരുന്നുവെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കണമെന്നും ആരെ കാണാനാണ് പോയതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണെന്നും അവയ്ക്കുത്തരം നൽകാതെ ഏറെക്കാലം പോകാൻ യു.ഡി.എഫ് സർക്കാരിന് കഴിയില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മംഗളൂരു യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിശദീകരണവുമായി കർണാടക മുൻ എം.എൽ.എ. ജെ.ഡി.എസ് നേതാവുമായ മുഹിയുദ്ദീൻ. വി.ഡി. സതീശനെ മംഗളൂരു വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിൽ മറ്റ് ലക്ഷ്യങ്ങളില്ല, അതിൽ രാഷ്ട്രീയമില്ലെന്നും തികച്ചും സൗഹൃദപരമായ സന്ദർശനമായിരുന്നു അതെന്നും ബാവ പറഞ്ഞു. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനുള്ള യാത്രയിലാണ് മംഗളൂരുവിലെത്തിയത്. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുഹിയുദ്ദീൻ ബാവയും ജെ.ഡി.എസ് നേതാവായ ബി.എം. ഫാറൂഖും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. വർഷങ്ങളായുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ഭാഗമായാണ് സ്വീകരണം ഒരുക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും അവിടെ നടന്നിട്ടില്ല. വി.ഡി. സതീശനുമായി എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചർച്ചയോ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയോ നടന്നുവെന്ന് തെളിഞ്ഞാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും മുഹിയുദ്ദീൻ പറഞ്ഞു. യാത്രക്കിടെ ബി.എം. ഫാറൂഖിന്റെ വീട്ടിൽ ഒരു സൽക്കാരം നടന്നിരുന്നു. സത്കാരത്തിൽ അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ ആൽവയും മുഖ്യമന്ത്രി വി.ഡി. സതീശനും പങ്കെടുക്കുന്നത് സത്യമാണെന്ന് ബാവ സമ്മതിച്ചു. എന്നാൽ ഇത് തികച്ചും യാദൃച്ഛികമായി സംഭവിച്ചതാണ്. ഇതിൽ ദുരൂഹങ്ങളൊന്നുമില്ല. ഔദ്യോഗികമായ യാതൊരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല. കിഷോർ ആൽവ എത്തിയത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയുടെ ഭാഗമായല്ല. വി.ഡി. സതീശനോടുള്ള ബഹുമാനത്താലാണ് സ്വീകരിക്കാൻ പോയത്. എൻ.ഡി.എക്ക് വേണ്ടിയല്ല താൻ പോയതെന്നും മുഹിയുദ്ദീൻ ബാവ ആവർത്തിച്ചു. അനാവശ്യമായി കിഷോർ ആൽവയുടെ പേര് വലിച്ചിഴയ്ക്കുകയായിരുന്നു. ആ രക്ഷാപ്രവർത്തനം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ഇടത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയെന്ന് ബിനോയ് വിശ്വം. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ജില്ലാ കൗൺസിൽ യോഗങ്ങളുടെ വിലയിരുത്തലുകൾ മിക്കവാറും പൂർത്തിയായപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒടുവിൽ പ്രതികരിച്ചു. കനത്ത പരാജയമാണെന്നതിൽ തർക്കമില്ലെന്നും കാരണം പഠിച്ചു വരികയാണെന്നും ഇത്രയും വലിയ പരാജയമാകുമ്പോൾ കാരണം കലവറയില്ലാതെ ആഴത്തിൽ പരിശോധിക്കുമെന്നും തിരുത്തേണ്ടത് തിരുത്തുമെന്നും നികത്തേണ്ട പാളിച്ച നികത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുന്നണിയിലെ മുഖ്യകക്ഷി എന്ന നിലയിൽ CPMന്റെ കാര്യം പറയേണ്ടത് ആ പാർട്ടിയാണ്. CPI വെറുതെ പറയുകയല്ല, തിരുത്തേണ്ടത് തിരുത്താനുള്ള ആർജവും രാഷ്ട്രീയ ശേഷിയും സംഘടനാ ശേഷിയും CPIക്കുണ്ട്. CPMും ഇതേ രീതിയിൽ ചെയ്യുമെന്നാണ് കരുതുന്നത്. പിണറായി വിജയനെതിരെ പാർട്ടി യോഗങ്ങളിൽ വിമർശനം ഉണ്ടാകാറുണ്ട്. വിമർശനം വിലക്കിയിട്ടില്ല. ഏതെങ്കിലും വരയ്ക്കപ്പുറം ഒന്നും പറയരുത് എന്ന നിയന്ത്രണ രേഖയൊന്നുമില്ല. തന്നെക്കുറിച്ചും വിമർശനം ഉണ്ടായിട്ടുണ്ട്. വിമർശനം ദോഷമായി കാണുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യം പാർട്ടി യോഗങ്ങളിൽ ഉയർന്നതിനെക്കുറിച്ചും ബിനോയ് വിശ്വം പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനുള്ള അവകാശം CPMൻ്റെതാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. CPMന്റെ രാഷ്ട്രീയ അവകാശത്തിൽ CPI തലവെക്കില്ല. ഞങ്ങൾ കാണുന്നത് പോലെ തന്നെ അവർ കാര്യങ്ങളെ നോക്കിക്കാണണമെന്ന് പറയാനാകില്ല. മുൻപ് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ പറഞ്ഞത് എൻ്റെ കാറിൽ കയറ്റില്ല എന്നാണ്. അടുത്ത ദിവസം പിണറായി വിജയൻ പ്രതികരിച്ചത് ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ എന്നാണ്. വീണ്ടും മാധ്യമപ്രവർത്തകർ എന്നോട് പ്രതികരണം തേടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്, പിണറായി അല്ല ബിനോയ്, രണ്ടും രണ്ട് പേരാണ്, രണ്ട് പാർട്ടിയാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്നാണ്. ആശാസമരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെയായിരുന്നില്ല സമീപിക്കേണ്ടിയിരുന്നത് എന്നാണ് CPI കാണുന്നത്. ഒരു CPM നേതാവ് സമരത്തെ തെറ്റായ വാക്കുകളിലൂടെ പരാമർശിച്ചപ്പോൾ അത് ശരിയായില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. CPI ഒരിക്കലും ആശാസമരത്തെ തള്ളി പറഞ്ഞിട്ടില്ല. സമരം തീർക്കാൻ ഇടപെടുകയും ചെയ്തു, പക്ഷെ വിജയം കണ്ടില്ല. വിവാദമായ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആ സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു. വളരെ തെറ്റായ രീതിയിലാണ് ഉദ്യോഗസ്ഥർ ആ വിഷയം കൈകാര്യം ചെയ്തത്. ഇടത് സർക്കാരിനെ കുറിച്ച് അത് മതിപ്പല്ല, അവ മതിപ്പാനുണ്ടാക്കിയത്. രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിനെക്കുറിച്ചും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ജനങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്താൻ ഭരണഘടനാപരമായി ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വം പാലിക്കുന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. ആ നയം കേരളത്തിലും നടപ്പാക്കിയ ഉദ്യോഗസ്ഥനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന കേൽക്കർ. അങ്ങനെയുള്ള ആളെ സെക്രട്ടറിയായി വയ്ക്കുമ്പോൾ അവിടെ നിയമം മാത്രം നോക്കിയാൽ പോരാ, നിയമനം നിയമപരമായി ശരിയായിരിക്കാം, രാഷ്ട്രീയമായും ധാർമ്മികമായും ശരിയാണോ എന്ന് UDF ചിന്തിച്ചില്ല.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് മുൻപ് സ്വകാര്യ വിമാനത്തിൽ നടത്തിയ മംഗളൂരു സന്ദർശനം എന്തിനായിരുന്നു എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കണം. ആരെ കാണാനാണ് പോയതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ്. അവയ്ക്ക് ഉത്തരം നൽകാതെ ഏറെക്കാലം പോവാൻ UDF സർക്കാരിന് കഴിയില്ല.